ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എലോഹിം ലൈവ് മീഡിയയിലൂടെ ദൈവവചന ശ്രോതാക്കളായ എല്ലാ മാന്യ സ്നേഹിതർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനം ചൊല്ലുന്നു. കഴിഞ്ഞ നാളുകളെല്ലാം ദൈവവചനം വളരെ ശ്രദ്ധയോടെ കേൾക്കുകയും അത് നിമിത്തം അനുഗ്രഹം പ്രാപിച്ച അനേകർ അവരുടെ സന്തോഷം ഞങ്ങളെ അറിയിക്കുകയും ഞങ്ങൾ അവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്നും നിങ്ങളോടൊപ്പമായി ദൈവവചനം ശുശ്രൂഷിക്കുവാൻ ദൈവം അവസരം നൽകിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് തിരുവചനത്തിൽ നിന്ന് ഒരു ചിന്ത നിങ്ങളോട് പകരുവാൻ ആഗ്രഹിക്കുന്നു. അതിനാധാരമായിട്ട് രൂത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം വായിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. വയലിൽ കൊയ്ത്തുകാരുടെ പിന്നാലെ ചെന്ന് പെറുക്കി, ഭാഗ്യവശാൽ അവൾ എലിമലേക്കിൻ്റെ കുടുംബക്കാരനായ ബോവസിനുള്ള വയലിലായിരുന്നു ചെന്നത്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോവാബ്യ സ്ത്രീയായ രൂത്തിൻ്റെ അനുഭവത്തെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളുമായി പങ്കിടുവാൻ ഞാൻ താല്പര്യപ്പെടുന്നത്. വേദപുസ്തകത്തിൽ 2 സ്ത്രീകളുടെ പേരിൽ 2 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിലാദ്യത്തേത് രൂത്തിൻ്റെ പുസ്തകമാണ്. രണ്ടാമത്തത് എസ്തേറിൻ്റെ പുസ്തകമാണ്, എസ്തേർ. ഈ 2 പുസ്തകങ്ങൾ സ്ത്രീകളുടെ പേരിൽ എഴുതപ്പെട്ട പുസ്തകമാണ്. ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത് ഒരിക്കൽ ദേശത്ത് വലിയ ക്ഷാമമുണ്ടായി. ആ ക്ഷാമമുണ്ടായപ്പോൾ യഹൂദിയിലെ ബേത്ലഹേമിലുള്ള ഒരു കുടുംബം, ഒരാൾ തൻ്റെ ഭാര്യയും 2 പുത്രന്മാരുമായിട്ട് മോവാബ് ദേശത്തേക്ക് യാത്ര ചെയ്തു. ഈ മോവാബ് എന്ന് പറയുന്നത് നമ്മൾ ആവർത്തന പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ സർവശക്തനായ ദൈവം ഇപ്രകാരം പറഞ്ഞിരിക്കുകയാണ്. ആവർത്തന പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. ഒരു മോവാബ്യനോ അമോന്യനോ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. അവരുടെ 10-ാം തലമുറയ്ക്ക് പോലും ഒരു നാളും യഹോവയുടെ സന്നിധിയിൽ സഭയിൽ പ്രവേശിക്കരുത്. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. ആവർത്തന പുസ്തകം 23-ന്റെ 3. ഒരു അമോന്യനോ മോവാബ്യനോ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. അവരുടെ 10-ാം തലമുറ പോലും ഒരു നാളും യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. നെഹമ്യാവിൻ്റെ പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിലും ഇതേ വചനം തന്നെ കാണുകയാണ്. അപ്പോൾ ഈ മോവാബ്യർ എന്ന് പറഞ്ഞാൽ ദൈവം വെറുത്തതായ ഒരു സമൂഹമാണ്. ഈ ബേത്ലഹേം എന്ന് പറയുന്നത് അപ്പത്തിൻ്റെ ഭവനമെന്ന്, അപ്പത്തിൻ്റെ ഭവനം. യഹൂദയിലെ ബേത്ലഹേം എന്ന് പറയുന്ന ഈ അപ്പത്തിൻ്റെ ഭവനം, സമൃദ്ധിയുടെ ഭവനമായ ബേത്ലഹേമിൽ പാർത്തിരുന്ന ഒരു കുടുംബം. ആ കുടുംബത്തിലെ നായകൻ്റെ പേര് എലിമലേഖ്. അതിൻ്റെ അർത്ഥം
ദൈവം എൻ്റെ രാജാവ് എന്നാണ്. ദൈവം എൻ്റെ രാജാവ്. തൻ്റെ ഭാര്യയുടെ പേര് നവോമി എന്നാണ്. നവോമി എന്ന വാക്കിനർത്ഥം സന്തോഷം അല്ലെങ്കിൽ മധുരം. അവർക്ക് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഒരാളുടെ പേര് മഗ്ലോൻ, മൂത്തയാളിൻ്റെ പേര് മഗ്ലോൻ എന്നാണ്. മഗ്ലോൻ എന്ന വാക്കിനർത്ഥം രോഗി എന്നാണ്. ഇളയ മകൻ്റെ പേര് കില്യോൻ, ക്ഷീണിതൻ എന്നാണ്. അപ്പോൾ നോക്കണം, ഈ കുടുംബത്തിലെ 4 പേര് ഇവർ ക്ഷാമം പേടിച്ച് അവർ മോവാബിലേക്ക് ഓടിപ്പോയി. ബേത്ലഹേം അപ്പത്തിൻ്റെ ഭവനം എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ക്ഷാമം ഉണ്ടാകുമോ? 2 കുഞ്ഞുങ്ങൾ, ഒരുത്തൻ രോഗിയും ഒരുത്തൻ ക്ഷീണിതനുമാണ്. ഈ ക്ഷാമം നിമിത്തം ഭയപ്പെട്ട് അവരവിടെ നിന്ന് പോവുകയാണ്. സ്തോത്രം. മാത്രമല്ല, 2-ാമത്തെ വാക്യം 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ വായിക്കുന്നത്, അവർ യഹൂദയിലെ ബേത്ലഹേമിൽ നിന്നുള്ള എഫ്രാത്യരായിരുന്നു എന്നാണ് വായിക്കുന്നത്. എന്താണ് എഫ്രാത്യരുടെ വിശേഷത? മീഖായുടെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. മീഖായുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം, നീയോ ബേത്ലഹേം എഫ്രാത്തേ, നീ യഹൂദാ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രയേലിൻ്റെ അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവൻ്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനമായതും തന്നെ. അപ്പോൾ നോക്കണം, യേശു കർത്താവ് ജനിക്കേണ്ട സ്ഥലമാണ് എഫ്രാത്ത്. ഇതിൻ്റെ നിവൃത്തി മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം, യഹൂദയിലെ ബേത്ലഹേമേ, നീ യഹൂദാ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. എൻ്റെ ജനമായ ഇസ്രയേലിനെ മേയ്പ്പാനുള്ളവൻ തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരുമെന്ന് പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മീഖായുടെ പുസ്തകത്തിൽ യേശു എഫ്രാത്തിൽ ജനിക്കണം എന്ന് പ്രവചനമുണ്ട്. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ ആ പ്രവചനം നിവർത്തീകരിക്കുകയായിരുന്നു. ആ കുടുംബം അവിടെ ചെന്ന് അവിടെയുള്ള 2 സ്ത്രീകളെ തൻ്റെ മക്കൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. അവരുടെ പേര് രൂത്ത് എന്നും ഓർഫ എന്നും ആണ്. രൂത്ത് എന്ന വാക്കിനർത്ഥം സൗന്ദര്യം അല്ലെങ്കിൽ പറ്റി നിൽക്കുന്നവളെന്നാണ്. ഓർഫ എന്ന വാക്കിനർത്ഥം കഴുത്ത് വെട്ടിക്കുന്നവളെന്നാണ്, എന്ന് പറഞ്ഞാൽ അനുസരിക്കാത്തവളെന്നാണ്. ഏതായാലും അവർ വിവാഹം കഴിഞ്ഞു. ആ 10 വർഷത്തോളം അവർ മോവാബിൽ പാർത്തിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് എലിമലേക്ക് മരിച്ചുപോയി. അതുപോലെ മഗ്ലോനും മരിച്ചു, കില്യോനും മരിച്ചു. 3 പുരുഷന്മാരും മരണത്താൽ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. ശേഷിച്ച 3 വിധവമാർ, സ്ത്രീകൾ. ഒരു ദിവസം നവോമി തൻ്റെ മക്കളെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, മൂത്ത മകളെ വിളിച്ചിട്ട് പറഞ്ഞു, ഓർഫയെ അവളെ വിളിച്ചിട്ട് പറഞ്ഞു, ഓർഫ, നീ നിൻ്റെ വീട്ടിലേക്ക് ഇനി പോയിക്കൊള്ളുക. ആമേൻ. ഞാൻ എന്നിൽ നിന്ന് ഇനി ഒരു മകൻ ജനിച്ച് നിങ്ങൾക്ക് ഭർത്താവായിരിക്കാനായിട്ട് കഴിയില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ മടങ്ങിപ്പോയിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ ഈ ഓർഫ എന്താ ചെയ്യുന്നറിയാമോ? അവൾ ഓടിച്ചെന്ന് അമ്മാവിയമ്മയെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചിട്ട് അവൾ തൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി.
സ്തോത്രം. ഈ ഓർപ്പായുടെ പേര് 2 സ്ഥലങ്ങളിൽ മാത്രമേ വേദപുസ്തകത്തിൽ കാണുന്നുള്ളൂ. 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം, അവർ മോവാബ് സ്ത്രീകളെ വിവാഹം കഴിച്ചു, ഒരുത്തിക്ക് ഓർപ്പ എന്നും മറ്റവൾക്ക് രൂത്തു എന്നും പേര്. അങ്ങനെ ആദ്യത്തെ പേര്, ഓർപ്പയുടെ പേര് ഇവിടെ കാണുന്നത്. പിന്നെ 1-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ അവൾ പിന്നെയും പൊട്ടിക്കരഞ്ഞു, ഓർപ്പ അമ്മാവി അമ്മയെ ചുംബിച്ച് പിരിഞ്ഞു എന്ന് രേഖപ്പെടുത്തുന്നു. ഈ 2 സ്ഥലത്ത് മാത്രമേ ഓർപ്പായെക്കുറിച്ച് നമ്മൾ കാണുന്നുള്ളൂ. അവിടെ തന്നെ രൂത്തിനോടും പറഞ്ഞു. രൂത്തിനോട് പറഞ്ഞപ്പോൾ രൂത്ത് പറഞ്ഞത്, അതിന് രൂത്ത്, നിന്നെ വിട്ടുപിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുത്. നീ പോകുന്നിടത്ത് ഞാനും പോകും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിയുവാൻ യഹോവ തക്കവണ്ണം അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കണം, ഓർപ്പ അമ്മാവിയമ്മയെ വിട്ടുപോയി, വിട്ടുപിരിഞ്ഞു. എന്നാൽ രൂത്ത് പറയുന്നത്, രൂത്തിനോട് നവോമി പറയുമ്പോൾ രൂത്ത് പറഞ്ഞത്, എന്നോടത് മാത്രം പറയരുത്. നീ പോകുന്നിടത്ത് ഞാനും പോരും, നിന്റെ ദൈവം എൻ്റെ ദൈവമാണ്. നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും, നിന്റെ ജനം എൻ്റെ ജനമാണ്. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചു അടക്കപ്പെടും. നോക്കണം, ഇത് യഥാർത്ഥമായിരിക്കുന്ന ഒരു തീരുമാനമാണ് രൂത്ത് പറയുന്നത്. നമുക്ക് ഇയ്യോബിൻ്റെ അടുക്കലേക്ക് ഒന്ന് പോയി. ഇയ്യോബ് പറയുന്നത് ഇങ്ങനെ, തൻ്റെ മക്കൾ 10 പേര് നഷ്ടപ്പെട്ടു പോയി, തൻ്റെ മൃഗസമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു പോയി, തൻ്റെ ശരീരം മുഴുവൻ ഇപ്പോൾ വ്രണം നിറഞ്ഞ്, ചാരം വാരി ശരീരത്തെറിഞ്ഞ്, ഓട്ടിൻ കഷ്ണമെടുത്ത് ഈ പുഴുക്കളെ ഇങ്ങനെ തള്ളി നീക്കിക്കൊണ്ടിരിക്കുമ്പോഴും താൻ പറഞ്ഞത്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു, അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അപ്പോസ്തലനായ പൗലുസിനോട് നമുക്ക് ചോദിക്കാം. പൗലുസ് റോമാലേഖനം 8-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നറിയുന്നു, അവൻ എൻ്റെ ഉപനിധിയാണ്. എന്നെ ഈ ദൈവ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുവാൻ ഒരു ശക്തിക്കും കഴിയില്ല. വാഴ്ചകൾക്ക്, അധികാരങ്ങൾക്കോ, ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ, ഉയരത്തിനോ ആഴത്തിനോ, പട്ടിണിയാണോ നഗ്നതയാണോ വാളാണോ എന്ത് തന്നെയായിരുന്നാലും എന്നെ ദൈവ സ്നേഹത്തിൽ നിന്ന് മാറ്റുവാൻ ആർക്കും കഴിയില്ല എന്ന് പൗലോസ് പറഞ്ഞു. ഇതാണ് യഥാർത്ഥ ഒരു തീരുമാനം. അങ്ങനെ ഈ രൂത്തുമായിട്ട് നവോമി തൻ്റെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോവുകയാണ്. നമുക്കറിയാം, ക്ഷാമകാലത്താണ് അവരിവിടെ നിന്ന് പോയത്. പക്ഷേ അവർ മടങ്ങി ചെല്ലുമ്പോൾ അവിടെ യവക്കൊയ്ത്തിൻ്റെ അവസരമായിരുന്നു. സ്തോത്രം. 1-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ ഇങ്ങനെ, നവോമി മോവാബ് ദേശത്തുനിന്ന് കൂടെ പോരുന്ന മരുമകൾ രൂത്ത് എന്ന മോവാബി സ്ത്രീയുമായി മടങ്ങി വന്നു. അവർ യവക്കൊയ്ത്തിൻ്റെ ആരംഭത്തിൽ ബേത്ലഹേമിലെത്തിയെന്നാണ് വായിക്കുന്നത്. കണ്ടോ, ക്ഷാമം പീഡിച്ച് പോയതായ ഈ കുടുംബം 3 ജീവൻ നഷ്ടപ്പെട്ടു. ആകെ തകർന്ന നവോമി മടങ്ങിപ്പോവുകയാണ്. ഇങ്ങനെ യവക്കൊയ്ത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ നവോമിയും രൂത്തും വരുന്നത് കണ്ട് സ്ത്രീകൾ ചോദിച്ചു, അതേ നമ്മുടെ നവോമിയല്ലേ ആ വരുന്നത്? നവോമി അതിന് മറുപടി പറഞ്ഞത്, ഇനി എന്നെ നവോമി എന്ന് നിങ്ങൾ വിളിക്കരുത്, എന്നെ മാറാ എന്ന് വിളിച്ചാൽ മതി. സർവശക്തനായ ദൈവം എന്നോട് കൈപ്പായത് ആമേൻ പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് താൻ പറയുകയുണ്ടായി. അങ്ങനെ അവർ മടങ്ങി വന്ന് ബേത്ലഹേമിൽ വന്ന ഉടനെ
2-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യം, നവോമിക്ക് തൻ്റെ ഭർത്താവായ എലിമലേക്കിൻ്റെ കുടുംബത്തിൽ മഹാധനവാനായ ഒരു ചാർച്ചക്കാരനുണ്ടായിരുന്നു. അവന് ബോവസ് എന്ന പേർ. എന്നാൽ മോവാബി സ്ത്രീയായ രൂത്ത് നവോമിയോട്, ഞാൻ വയലിൽ ചെന്ന് എന്നോട് ദയ കാണിക്കുന്നവനെ ആശ്രയിച്ച് കതിർ പെറുക്കട്ടെ എന്ന് ചോദിച്ചു. പൊയ്ക്കൊള്ളുക മകളെ എന്ന് അവളോട് പറഞ്ഞു. അങ്ങനെ അവൾ പോയി വയലിൽ കൊയ്ത്തുകാരുടെ പിന്നാലെ ചെന്ന് പെറുക്കി. ഭാഗ്യവശാൽ അവൾ ബോവസിൻ്റെ വയലിലായിരുന്നു ചെന്നത്. സ്തോത്രം. രൂത്തിൻ്റെ ജീവിതത്തിൽ അവൾക്ക് ലഭിച്ചതായിരിക്കുന്ന പദവികൾ, അനുഗ്രഹങ്ങൾ 10 കാര്യങ്ങളാണ്. ഒന്ന്, അവൾ വന്നത് ഭാഗ്യവശാൽ ബോവസിൻ്റെ വയലിലാണ് അവൾ വന്നത്. സ്തോത്രം. എത്ര അനുഗ്രഹിക്കപ്പെട്ട! ഒരിക്കലും ബേത്ലഹേമിലേക്ക് വരുവാൻ സംഗതിയില്ലാത്ത ഈ സ്ത്രീയെ അവൾ വന്നിരിക്കുന്നത് ഇപ്പോൾ കൃപയാലാണ്. അവൾ ബേത്ലഹേമിൽ വന്നു. ഒന്നാമത് അവൾ ബേത്ലഹേമിലേക്കാണ് വന്നത്. ബേത്ലഹേം മോവാബും തമ്മിൽ വലിയ അകൽച്ചയും, ആമേൻ സ്തോത്രം, അവിടെ പ്രവേശിക്കുവാൻ ഈ മോവാബിയ സ്ത്രീകൾക്ക് സാധ്യമല്ലായിരുന്നു. പക്ഷേ ഇപ്പോഴിതാ അവൾ ബേത്ലഹേമിലെത്തി. ഒന്നാമത് അവൾ ബേത്ലഹേമിൽ വന്നു. രണ്ടാമത് അവൾ വന്നത് ബോവസിൻ്റെ വയലിലാണ് വന്നത്. ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഭാഗ്യവശാൽ അവൾ ബോവസിൻ്റെ വയലിൽ വന്നു. അതെ പ്രിയമുള്ളവരെ, നമ്മളും ഇതുപോലെയല്ലേ? ഒരു അർഹതയുമില്ലാതിരുന്ന നമ്മളെ ഭാഗ്യവശാൽ ദൈവസഭയാം വയലിലേക്ക് ദൈവം നമ്മളെ കൂട്ടിവരുത്തിയിരിക്കുകയാണ്. ഇതൊരു ഭാഗ്യാവസ്ഥയാണ്. രൂത്തിന് അനുഭവിച്ചതുപോലെ, രൂത്തിന് പ്രാപിച്ചതുപോലെ ഇപ്പോൾ അവൾ ഭാഗ്യവശാൽ ബോവസിൻ്റെ വയലിൽ വന്നു. അങ്ങനെ ബോവസിൻ്റെ വയലിൽ അവളിങ്ങനെ പെറുക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതാ ബോവസ് ബേത്ലഹേമിൽ നിന്ന് വരുന്നു. അവൻ കൊയ്ത്തുകാരോട്, യഹോവ നിങ്ങളോട് കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. യഹോവ നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് അവർ അവനോടും പറഞ്ഞു. കൊയ്ത്തിൻ്റെ മേലാളായ ഭൃത്യനോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, ഈ യുവതി ഏതാണ് എന്ന്. അപ്പോൾ ബോവസിനോട് കൊയ്ത്തിൻ്റെ മേലാൾ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇവൾ മോവാബ് ദേശത്ത് നിന്ന് നവോമിയോട് കൂടെ വന്ന മോവാബിയ യുവതിയാകുന്നു എന്ന് പറഞ്ഞു. ബോവസ് ഈ യുവതിയെ കണ്ട്, രൂത്തിനെ കണ്ട് ചോദിക്കുക, ഇവൾ ആരാണ്? ഇവളെങ്ങനെയാണ് ഇവിടെ വന്നത്? അതിന് മറുപടി കൊയ്ത്തിൻ്റെ മേലാൾ പറഞ്ഞു, നവോമിയോട് കൂടെ മോവാബിൽ നിന്ന് വന്ന യുവതിയാണെന്ന് പറഞ്ഞു. അപ്പോൾ കൊയ്ത്തുകാരുടെ ഈ മേലാളായിരിക്കുന്ന ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, കൊയ്ത്തുകാരുടെ പിന്നാലെ ഞാൻ പെറുക്കിക്കൊള്ളട്ടെ എന്ന് അവൾ എന്നോട് ചോദിച്ചു. അങ്ങനെ അവൾ കാലത്ത് വന്ന് ഇതുവരെ അവൾ പെറുക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് കൊയ്ത്തിൻ്റെ മേലാൾ പറയുകയുണ്ടായി. അപ്പോൾ ബോവസ് പറഞ്ഞ 8 കാര്യങ്ങൾ തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. ഒന്ന്, അതിൻ്റെ 8-ാം വാക്യം, ബോവസ് രൂത്തിനോട്, കേട്ടോ മകളെ, പെറുക്കുവാൻ വേറൊരു വയലിൽ പോകണ്ട. സ്തോത്രം. നോക്കണേ, അവൾ ഒരു അർഹതയുമില്ലാത്തവളാണ്. അവളിപ്പോൾ വന്നിരിക്കുന്നത് ബോവസിൻ്റെ വയലിലാണ്. നമ്മൾക്കും ഇതുപോലെ കൃപയാൽ ഭാഗ്യവശാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വയലിൽ വരുവാൻ ഭാഗ്യം ലഭിച്ചു. ബോവസ് എന്ന വാക്കിൻ്റെ അർത്ഥം വീണ്ടെടുപ്പുകാരൻ എന്നാണ്. അതെ, യേശു ക്രിസ്തുവാകുന്ന വീണ്ടെടുപ്പുകാരൻ്റെ വയലിൽ ഇന്ന് ഞാൻ നിങ്ങളും വന്നിരിക്കുകയാണ്. ബോവസ് പറയാണ്,
മകളെ പെറുക്കുവാൻ വേറൊരു വയലിൽ പോകണ്ട. രണ്ടാമത് പറഞ്ഞത് ഇവിടം വിടുകയും വേണ്ട. അതെ, ധാരാളം വയലുകളുണ്ട്, പക്ഷേ നീ ഈ വയൽ വിടരുത്, ഈ വയൽ വിടണ്ട. ഇന്ന് അനേകർ തങ്ങൾ ലഭിച്ചതായിരിക്കുന്ന അനുഗ്രഹങ്ങൾ, കൃപകൾ, നന്മകളെ മറന്നിട്ട് പല വയലുകളിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുക. ഇവിടെ ബോസ് പറയുകയാണ്, മകളെ ഈ വയൽ നീ വിടണ്ട. മൂന്നാമത് പറഞ്ഞത് എൻ്റെ ബാല്യക്കാരിത്തികളോട് ചേർന്നുകൊള്ളുക. സ്തോത്രം. നോക്കണം, പെറുക്കുവാൻ വേറൊരു വയൽ നീ പോകണ്ടെന്ന് പറഞ്ഞു. അതൊരു വേർപാടാണ്. രണ്ടാമത് പറഞ്ഞത് ഇവിടെ വിടുകയും വേണ്ട, അത് സ്ഥിരതയാണ്, സ്ഥിരത. എൻ്റെ ബാല്യക്കാരിത്തികളോട് ചേർന്നുകൊള്ളുക എന്ന് പറഞ്ഞു. അത് കൂട്ടായ്മയാണ്. അവൾക്ക് നല്ലൊരു കൂട്ടായ്മ ലഭിച്ചു. നീ അവരുടെ പിന്നാലെ പോയിക്കൊള്ളുക, അത് അവളുടെ നോട്ടമാണ്. ബാല്യക്കാർ നിന്നെ തുടരുതെന്ന് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് അവൾക്ക് ലഭിച്ച സംരക്ഷണമാണ്. വീണ്ടും പറഞ്ഞു, ദാഹിക്കുമ്പോൾ കോരി വെച്ചിരിക്കുന്നതിൽ നിന്ന് നീ കുടിച്ചുകൊള്ളുക. അവൾക്ക് വേണ്ടിയുള്ള കരുതലാണ്, കരുതൽ. നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകും. അവൾക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. അവസാനമായി പറഞ്ഞു, പൂർണ്ണ പ്രതിഫലം നീ പ്രാപിക്കും. അതെ, മഹത്വപൂർണമായ ഒരവസ്ഥയിലേക്ക് നീ വരുമെന്ന് ഈ രൂത്തിനോട് ബോവസ് പറഞ്ഞു. നോക്കണേ, 8 കാര്യങ്ങളാണ് ബോവസ് രൂത്തിനോട് പറഞ്ഞത്. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എന്നോടും നിങ്ങളോടുമുള്ള കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വാക്കുകളാണിത്. നമ്മളെ ഭാഗ്യവശാലാണ് ഈ വയലിൽ വന്നിരിക്കുന്നത്. ഇവിടെ ഇഷ്ടം പോലെ പെറുക്കുവാൻ നമുക്ക് അവസരമുണ്ട്. നീ ഇവിടെ നിന്ന് പെറുക്കിക്കൊള്ളുക. നീ ഇവിടം വിടരുത്, വേറൊരു വയലിൽ പോകരുത്. സ്തോത്രം. എന്തിനു പറയുന്നു? രൂത്ത് വളരെ അനുഗ്രഹിക്കപ്പെട്ടവളായി തീർന്നതായി നാം വായിക്കുന്നുണ്ട്. രൂത്തിൻ്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ 4 അധ്യായങ്ങളാണല്ലോ ഉള്ളത്. ഒന്നാമത്തെ അധ്യായത്തിൽ സ്തോത്രം, രൂത്ത് മോവാബിലായിരുന്നു. രണ്ടാം അധ്യായത്തിൽ ബോവസിൻ്റെ വയലിലായിരുന്നു. മൂന്നാം അധ്യായത്തിൽ അവൾ കളത്തിലായിരുന്നു. സ്തോത്രം. 4-ാം അധ്യായത്തിൽ അവൾ പട്ടണത്തിലായിരുന്നു, പട്ടണത്തിൽ. സ്തോത്രം. ഒന്നുകൂടെ പറഞ്ഞാൽ, 1-ാം അധ്യായത്തിൽ അവൾ മോവാബിൽ, 2-ാം അധ്യായത്തിൽ ബോവസിൻ്റെ വയലിൽ, 3-ാം അധ്യായത്തിൽ ബോവസിൻ്റെ കാൽക്കൽ, 4-ാം അധ്യായത്തിൽ ബോവസിൻ്റെ ഭവനത്തിൽ. എത്ര അനുഗ്രഹിക്കപ്പെട്ട, ഒരർഹതയുമില്ലാതിരുന്നവൾ ഇപ്പോഴിതാ അവൾ ഭാഗ്യവതിയായി തീർന്നു എന്ന് നമുക്ക് കാണുന്നുണ്ട്. സ്തോത്രം. നമ്മൾ രൂത്തിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ, സ്തോത്രം, അവിടെ ഇങ്ങനെ നാം വായിക്കുന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വംശാവലി നമ്മൾ പഠിക്കുമ്പോൾ, സ്തോത്രം, ദാവീദിൻ്റെ അപ്പനായ ഓബേദ്, സ്തോത്രം, ഈ രൂത്തിൽ നിന്നാണ് ജനിച്ചത്. സ്തോത്രം. നമ്മളതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, 4-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം. സ്തോത്രം, നവോമിക്ക് ഒരു മകൻ ജനിച്ചു എന്ന് പറഞ്ഞ് അവന് ഓബേദ് എന്ന് പേർ വിളിച്ചു. ദാവീദിൻ്റെ അപ്പനായ ഇശായിയുടെ അപ്പൻ ഇവൻ തന്നെ. സ്തോത്രം. അപ്പോൾ നോക്കണം, ദാവീദിൻ്റെ
ആമേൻ സ്തോത്രം, ഇശായിയുടെ അപ്പൻ ആയ ഓബേദിൽ നിന്ന് ആമേൻ സ്തോത്രം ദാവീദ് ജനിച്ചു. നമ്മുടെ അരുമനാഥനായ കർത്താവ് ആ തലമുറയിൽ ജനിക്കുവാനിടയായി തീർന്നു. സ്തോത്രം. ദാവീദിൻ്റെ സന്തതിയായി നമ്മുടെ കർത്താവും ഈ ഭൂമിയിലേക്ക് എത്ര ഒരു ഭാഗ്യമാണ്. ഒരർഹതയുമില്ലാതിരുന്ന ആമേൻ സ്തോത്രം ഈ രൂത്ത് ഇപ്പോഴിതാ അവൾ ഹല്ലേലൂയ ആമേൻ ബേത്ലഹേമിൽ വന്ന് അനുഗ്രഹം പ്രാപിക്കുവാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരിമാരെ, സഹോദരന്മാരെ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഒരു അർഹതയുമില്ലായിരുന്ന ആമേൻ സ്തോത്രം ഈ രൂത്തിന് എത്ര വലിയ ഒരു ഭാഗ്യ പദവിയാണ് ലഭിച്ചിരിക്കുന്നത്. സ്തോത്രം. ഇതുപോലെ ആമേൻ സ്തോത്രം ഞാനും നിങ്ങളും ഒരു അർഹതയുമില്ലാതിരുന്നവൾ, ഒരു യോഗ്യതയുമില്ലാതിരുന്ന നമ്മളെ ഭാഗ്യവശാൽ കർത്താവിൻ്റെ വയലിൽ വരുവാൻ കർത്താവ് ഇടയാക്കി. നമ്മുടെ കഴിവുകൾ ഒന്നുമല്ല, നമ്മുടെ പുണ്യപ്രവൃത്തിയല്ല, നമ്മുടെ യോഗ്യത കണ്ടുകൊണ്ടല്ല കർത്താവ് നമ്മെ സ്നേഹിച്ചത്. കരുണാസമ്പന്നനായ ദൈവമോ നിങ്ങളെ സ്നേഹിച്ച മഹാസ്നേഹനിമിത്തം, അങ്ങനെ തിരുവെഴുത്തിൽ പറയുന്നത്. അതെ, നമുക്ക് ഈ ഭാഗ്യ അവസ്ഥ കർത്താവ് നൽകി തന്നതോർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയും. സ്തോത്രം. ഈ വചനങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹവും ആശീർവാദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.